ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. മയിലെ പാടിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് പുതുതായി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഏബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു പാർക്ക് കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. എൻട്രൻസ് ഏരിയയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇനോഗ്രേഷനായി എത്തിയത് കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറായിരുന്നു. അദ്ദേഹം പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മേലുറക്കമാ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടുത്തെ ചെടികളും ഗാർഡനും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാച്ചുറലായിട്ടുള്ള കേവും കൂടാതെ നാച്ചുറൽ വാട്ടർ ഫ്ലോ ഒക്കെ ഇവിടുത്തെ എടുത്തു പറയേണ്ട സ്പെഷ്യാലിറ്റീസാണ്. എൻട്രൻസ് ഏരിയയിൽ നല്ലൊരു തെയ്യത്തിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട്. വളരെ മനോഹരമാണ് അതൊക്കെ കാണാൻ. ഇനോഗ്രേഷൻ്റെ ഭാഗമായി ശിങ്കാരിമേളമൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബോഗൺവില്ല വളരെ മനോഹരമായിരുന്നു അത് കാണാൻ. അതുപോലെ തന്നെ ധാരാളം ഡാലിയ, പനിനീർ പൂക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ആദ്യം തന്നെ ഞങ്ങൾ അവിടുത്തെ പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോയത്. പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് കൃഷികളുണ്ട്. അതായത് പച്ചക്കറികളും പഴങ്ങളൊക്കെ ആയിട്ട് ധാരാളം കൃഷികളുണ്ട്. വളരെ ഭംഗിയോടുകൂടിയാണ് ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെയുള്ളൊരു അഡ്വഞ്ചർ കേവാണ്. അതിനുള്ളിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ബാഹുബലിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. നല്ല വ്യൂ ആണ് അത് കാണാൻ. ആ കാണുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവിടെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്.
പശുക്കളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയറി ഉൽപ്പന്നങ്ങളൊക്കെ ലഭ്യമാണ്. ശ്വേതാ മേനോനായിരുന്നു ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അവർ എത്താൻ വളരെ ലേറ്റായി. രാവിലെ എത്തേണ്ടതായിരുന്നു, ഉച്ചക്കാണ് എത്തിയത്. നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഇത് അവിടെയുള്ള ടോയ് ഷോപ്പാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് അവിടുത്തെ ഗാർഡനിലേക്കായിരുന്നു. അവിടെ സെയിലിന് വേണ്ടിയിട്ടും ചെടികളുണ്ടായിരുന്നു. അവിടേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ 2 റോസ് ചെടികളാണ് വാങ്ങിയത്. ഒന്ന് വൈറ്റും പിന്നെ ഒരു റോസും യെല്ലോയൊക്കെ മിക്സ് ആയിട്ടുള്ള കളറും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.